الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തനായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഒരു വസിയത്ത് രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരാളെയും ആശ്രയിക്കാതെയും ഒരു തരത്തിലുള്ള ബന്ധങ്ങൾ ഇല്ലാതെയും കഴിഞ്ഞുകൂടുക എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ തുടങ്ങി എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ബന്ധമാണ് അയൽപക്ക ബന്ധം എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു വീട്ടിൽ
ദിവസങ്ങളോളം വൃദ്ധ ദമ്പതിമാർ മരിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് പുറം ലോകത്തേക്ക് ഈ വാർത്ത എത്തിപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ അയൽപക്ക ബന്ധങ്ങൾ, അയൽവാസികൾ പരസ്പരമുള്ള ബാധ്യതകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മറന്നു പോകുന്നുണ്ടോ ആളുകൾ എന്നൊരാലോചന ഈ ഒരു പ്രത്യേക ഇൻസിഡന്റ് കൂടി വെച്ചുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കേണ്ടതില്ല. അല്ലാഹുവിനോടും മാതാപിതാക്കളോടും ഒക്കെയുള്ള ബന്ധങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ അൻ-നിസായിലെ 36-ാമത്തെ വചനം. അല്ലാഹുവിനോടുള്ള ബന്ധമെന്ത്, മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ എന്തൊക്കെയെന്നൊക്കെ പറയുന്നതിനോട് ചേർത്തി പറയുന്ന ഒരു വിഷയമുണ്ട് അവിടെ. അത് അയൽവാസികളാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നീ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. അല്ലാഹുവിന് സമന്മാരെ ഒന്നുകൊണ്ടും നിങ്ങൾ ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. വബിദിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാതാപിതാക്കളെ തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ പറഞ്ഞതിന് ശേഷം അയൽവാസികളെ തന്നെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. 2 തരം അയൽവാസികളെ പറയുകയാണ്. അതിലൊന്ന് വൽ ജാരി ദിൽ ഖുർബാ എന്നുള്ളതാണ്. അടുത്ത അയൽവാസികൾ. അടുത്ത അയൽവാസികൾ എന്ന് പറഞ്ഞാൽ തന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗപ്പെടുത്തില്ല, മറിച്ച് അൽ ജാറുൽ ഖരീബ് അല്ലദീ ലഹു ഹഖ്ഖാൻ. അടുത്തുള്ള അയൽവാസികൾ, അടുപ്പമുള്ള അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് 2 ബാധ്യതകളാണുള്ളത്. ഹഖ്ഖുൽ ജിവാർ, ഒന്ന് അയൽപക്കത്തിന്റെ ബാധ്യത, അയൽവാസി എന്ന തരത്തിലുള്ള ബാധ്യത ഉണ്ട്. വഹഖുൽ ഖറാബ, രണ്ടാമത്തത് കുടുംബബന്ധം ചേർക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ബാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അയൽപക്കത്ത് കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ഏറ്റവും ബന്ധുക്കളുമായിട്ടുള്ള അയൽവാസികൾ, അവരുടെ ദർജ കൂടുതലാണ്. അവരോട് നമുക്ക് 2 ബാധ്യതകളാണ്. ഒന്ന് ഖറാബത്തിന്റെ ബാധ്യത ഉണ്ട്, മറ്റൊന്ന് ജിവാറിന്റെ ബാധ്യത. അയൽപക്ക ബന്ധങ്ങൾ സംരക്ഷിക്കലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കലും ആ ഒരു ഇനത്തിൽ നമുക്ക് ബാധ്യതയാണ്. രണ്ടാമത്തത് പറഞ്ഞത് വൽ ജാറുൽ ജുനൂബ് എന്നുള്ളതാണ്. വൽ ജാറുൽ ജുനൂബ് അല്ലദീ ലൈസ ലഹു ഖറാബത്തുൻ, അവരായിട്ട് നമുക്ക് ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളൊന്നുമില്ല. ഫയഖൂലു ലഹു ഹഖ്ഖുൻ വാഹിദ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടുള്ളത് ഒരു ബാധ്യതയാണ്. വഹുവ ഹഖ്ഖുൽ ജിവാർ, അത് അയൽപക്ക ബാധ്യതയാണെന്നുള്ളത്. നമ്മളിത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമില്ല. അയൽപക്ക ബന്ധങ്ങളുടെ പ്രാധാന്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന് കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് അല്ലാഹു റസൂൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്, മാ സാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ ഹത്താ വനന്തു അന്നഹു സയൂരിസുഹു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതിന്റെ കാര്യങ്ങൾ, അയൽവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓർത്തുപോയി, അയൽവാസിക്ക് എന്റെ സ്വത്തുനിന്ന് അനന്തരം ഉണ്ടാവുമോ. അത്രയും പ്രാധാന്യമുള്ള ഒരു ബന്ധമാണത്. അയൽവാസികളോടുള്ള ബന്ധത്തിന് ഐഹികമായ ഒരു മാനം മാത്രം കൊടുക്കരുത് നമ്മൾ, മറിച്ച്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസത്തിലേക്ക് ചേർത്തി പറഞ്ഞ കാര്യമായിട്ട് നമ്മൾ അതിനെ കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വാസമുള്ളവനാണെങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുള്ളവനാണെങ്കിൽ, ഫൽയുക്രിം ജാറഹു, അവനവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. അയൽവാസിയെ ബഹുമാനിക്കാത്തവൻ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. ചേർത്തി വായിക്കേണ്ട വിഷയം. അള്ളാഹുവിനെ അവൻ വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, വിശ്വാസിയെന്നൊക്കെ പറഞ്ഞ്, മുഅ്മിനാന്നൊക്കെ പറഞ്ഞ് നടന്നാലും അയൽവാസിയോടുള്ള ബന്ധങ്ങൾ റെഡിയല്ലയോ എങ്കിൽ അവന്റെ വിശ്വാസം ശരിയല്ല, പരലോകം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പരലോക വിശ്വാസമുള്ള ഒരാള് ദുനിയാവുമായുള്ള ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ അയാൾക്കില്ല. ദുനിയാവിനെ പരിഗണിച്ചിട്ടാണ്, ദുനിയാവിനെ നമ്മുടെ നിലപാടുകളെ നോക്കിയിട്ടാണ് പടച്ചവൻ പരലോകത്തെ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ളത്. അല്ലാതെ ഇതിങ്ങനെ ഒരു ആരാധനകളിലൂടെ മാത്രം ഇങ്ങനെ പോകുന്നു, ആരാധനയും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കോലത്തിലാണ് എങ്കിൽ അതുകൊണ്ട് പരലോകം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് നമ്മളത് ആരാധനകളെ തന്നെ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് സൂചിപ്പിക്കാം അടുത്ത ഖുതുബകളിലൊക്കെ. അപ്പൊ നമുക്കൊരു സ്വയം വിചാരണ, ഒരു സെൽഫ് ഇവാലുവേഷൻ നമുക്ക് ആവശ്യമാണ്. നോക്കൂ, നിങ്ങള് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അയൽവാസികളുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഈ ഖുതുബ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഞാനും നിങ്ങളും അറിയാത്ത രൂപത്തിൽ ചില വൈമനസ്യങ്ങളെങ്കിലും നമ്മുടെ അയൽവാസികളോട് കാണിക്കുന്നുണ്ടാവാം. നാവ് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഇനി എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അയൽപക്കങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങളെ ഒരു കാരണമായി എടുത്തിട്ട് എന്നേക്കുമായി ബന്ധങ്ങൾ മുറിക്കാനുള്ള ഒരു ഏർപ്പാടാക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ അയൽപക്കങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം വരാറുള്ളത് അതിര് തർക്കം, വഴിമുടക്കം, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. പക്ഷേ ചില ബന്ധങ്ങളിൽ വീഴ്ച വന്നാൽ ആ വീഴ്ച അള്ളാന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നു. ഇസ്ലാമിക മര്യാദകൾ പാലിക്കാതെ ഉള്ള അതിരുവിട്ടതായ ഒരു ബന്ധവും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഒന്ന്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അയൽവാസിക്ക് സ്വത്തിൽ ഓരി കൊടുക്കേണ്ടി വരുമോ റസൂല് പേടിച്ചിട്ടുണ്ട്. അതേ റസൂല് അയൽവാസികളായിട്ടുള്ള ആളുകളോട് ഇസ്ലാമിക മര്യാദന്റെ അപ്പുറം വിട്ടിട്ട് പോയിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ നടക്കാറുള്ളത് അയൽപക്ക ബന്ധം ഒന്ന് ഉഷാറാകുക എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുള്ളത് ഓരോ പേരുടെ അടുക്കളയിലേക്കും ഓരോ ബന്ധങ്ങളെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു പ്രൈവസി പോലെ തന്നെ ഒരു മഹ്റമിന്റെ സിസ്റ്റം ഒക്കെ ഒന്നുമില്ലാത്ത രൂപത്തിൽ പക്കാ ഒരു ലിബറൽ ലെവലിലേക്ക് അങ്ങനെ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഭയങ്കര അയൽപക്ക ബന്ധങ്ങളാന്ന് പറയാറ്. ഇനി എന്താ പറയാ, തീരെ ഒരു ബന്ധമില്ലാത്ത മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രം അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ അയൽവാസികൾ ആരാന്ന് പോലും അവനെ അറിയില്ല എന്ന് പറയും. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു വസത്തിയത്തിന്റെ മാർഗമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്നാൽ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം, നമ്മളെ അടുത്ത ബന്ധവും ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവർക്ക് ഖുർആൻ പ്രയോഗിച്ച വിവാഹബന്ധം നിരോധിക്കപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇസ്ലാമിന്റെ മര്യാദകൾ അനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാം. എന്നാൽ ഒന്നുമില്ല, അയൽപക്കക്കാര് എന്നുള്ള ഒരു ബന്ധത്തിന്റെ മറയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ എന്റെ വാഹനത്തിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് ഞാൻ കൊണ്ടുപോവാം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷ്മത ഉണ്ടാവണം. രണ്ടും ശ്രദ്ധിക്കണം. വസത്തിയത്തിന്റെ ഒരു മാർഗമാണ്. അവരോട് നമുക്ക് അതിരറ്റ ബാധ്യതയും ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് പടച്ചോ പറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു ലെവലിലായിരിക്കണം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ വിശ്വാസിയാകാനുള്ള മാനദണ്ഡങ്ങൾ എണ്ണി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പറഞ്ഞതാണ്, വഅഹ്സിൻ ഇലാ ജാരിക്. റസൂൽ ഉപദേശം കൊടുക്കുകയാണ്, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ നീ മുഅ്മിനാണ്. നീ നിന്റെ അയൽവാസിക്ക് ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്തു കൊടുക്കണം, അപ്പോഴാണ് നീ മുഅ്മിനാവുക.
അപ്പൊ അയൽവാസിയുടെ മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഒരു വ്യക്തിയുടെ അയൽപക്ക ബന്ധത്തിലുള്ള മര്യാദകൾ എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന അവിഭാജ്യ ഘടകമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഒരു ഹദീസിന്റെ സാരാംശം നിങ്ങളുടെ മുമ്പിൽ പെടുത്താൻ. തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതനെ, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതു ദഖൽതുൽ ജന്ന, എനിക്കൊരു കാര്യം അറിയിച്ചു തരണം. ആ കാര്യം ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. അങ്ങനെയുള്ളതായ ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനത്തെ കാര്യം ഞാൻ അറിയിച്ചു തരാം. ഒരു മുഹ്സിനൻ, നീ ഇഹ്സാനുള്ള ആളായാൽ മതി, നീ മുഹ്സിനായാൽ മതി. അപ്പൊ സഹാബി ചോദിക്കുകയാണ്, കൈഫ അഅലമു ഇന്നി മുഹ്സിൻ, കൈഫ അഅലമു അന്നി മുഹ്സിൻ, ഞാനൊരു മുഹ്സിനാണെന്ന് എങ്ങനെ റസൂൽ എനിക്ക് അറിയാൻ പറ്റുക? അപ്പൊ റസൂൽ കൊടുത്തൊരു ഡെഫിനിഷൻ എന്താണ്, നിർവചനം എന്താണെന്നറിയോ? സൽ ജീറാനക, നീ നിന്റെ അയൽവാസിയോട് ചോദിച്ചു നോക്കുക. ഫഇൻ ഖാലൂ ഇന്നക മുഹ്സിനുൻ ഫഅൻത മുഹ്സിൻ, ആ അയൽവാസികൾ നിന്നെപ്പറ്റി നീ മുഹ്സിനാണ് എന്ന് പറഞ്ഞാൽ ഫഅൻത മുഹ്സിനുൻ, അപ്പോൾ നീ മുഹ്സിനാണ്. വഇൻ ഖാലൂ ഇന്നക മുസീഉൻ, നീ ഒരു മോശക്കാരനാണ് എന്ന് അവർ പറഞ്ഞാലോ ഫഅൻത മുസീഉൻ, അപ്പോൾ നീ മോശക്കാരനാണ്. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് നമ്മുടെ അയൽവാസികളാണ്. ഈ ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എന്ന് പറയുന്നു. ഇതൊക്കെ കൃത്യമായ അതിൻ്റെതായ ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ എല്ലാ ബന്ധങ്ങളും മികച്ചതായി ചെയ്യും. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, യാ അബൂദർ, അല്ലയോ അബൂദർ, ഇദാ തബഹത മറഖതൻ, നീ കറി ഉണ്ടാക്കുകയാണെങ്കിൽ, നീ കറി പാചകം ചെയ്യുകയാണെങ്കിൽ നീ അതിൽ വെള്ളം കൂട്ടണം കേട്ടോ. എന്തിനാണ്? കറിന്റെ ടേസ്റ്റ് കളയാനല്ല. നിന്റെ അയൽവാസിക്ക് ഇല്ലാത്ത അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവനും കൂടി കൊടുക്കാൻ. നിനക്ക് വലിയ കാര്യങ്ങളൊന്നും, നിനക്ക് വിഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? കുറച്ച് വെള്ളം കണ്ട് കൂട്ടി ചൂടാക്കി അതിന്റെ കൂട്ടത്തിൽ കണ്ട് കലക്കികളാ, എന്നിട്ടോ അയൽവാസിക്കും കൂടി എനിക്ക് കൊടുത്താളാണ്. എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ, കേൾക്കാനും ചിന്തിക്കാനും. കുറച്ചു കാലം മുമ്പിലേക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ നടപ്പിലായതുമായ ഒരു കാര്യം, പക്ഷെ ഇപ്പൊ അത് നടക്കണില്ല പലയിടങ്ങളിലും. നമ്മള് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തകൾ നമ്മളൊക്കെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വല്യമ്മയും വീടിനുള്ളിൽ കടന്ന് വളരെ ക്രൂരമായി എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ ഉപയോഗിക്കണം, അങ്ങനെ മരിച്ചു പോവാണ്. മരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പള്ളി കമ്മിറ്റിന്ന് ആൾക്കാർ അന്വേഷിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ അയൽവാസികൾ ഉണ്ടല്ലോ, ഇല്ലാത്ത അവസ്ഥയല്ലല്ലോ. എന്റെയും നിങ്ങളുടെയും വീട്ടിലോ വീടിന്റെ പരിസരങ്ങളിലോ ഒക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ദുരൂഹതയാണെങ്കിലും ശരി, ഞാൻ എന്റെ ദുരൂഹതയും അതിന്റെ മേർഡർ കേസിനെ പറ്റിയിട്ടൊന്നല്ല കേട്ടോ ഡിസ്കഷൻ, അതൊന്നല്ല. നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ നമുക്ക് ഇങ്ങനെ സംഭവിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞാലും പോരല്ലോ. എന്റെ സ്വത്ത് എന്റെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ റസൂൽ പേടിച്ച വിഷയമാണ്. എനിക്കും നോക്കും അങ്ങനെ പേടിക്കാൻ നമ്മുടെ കുടുംബക്കാർക്ക് തന്നെ കൊടുക്കണോ വേണ്ടെന്ന് ആലോചിക്കണോടത്തേക്കാളുള്ളത്. അപ്പൊ അത് പോട്ടെ, വേറെ വിഷയങ്ങളാണ്. അപ്പൊ ആ നിലക്ക് നമുക്കൊന്ന് ആലോചിക്കാനെങ്കിലും പറ്റണ്ടേ പ്രിയപ്പെട്ടു? നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ നന്നാക്കണം. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ ഊട്ടിയുറപ്പിക്കണം. ഏഷണിയും പരദൂഷണവും പരിഹാസവും ഒക്കെ വെച്ച് പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബന്ധങ്ങളും ആകരുത് നമ്മുടെ ബന്ധം. ചിലപ്പോ നല്ല ചക്കരയും തേനും പാലൊക്കെ ആയിരിക്കും ചില ബന്ധങ്ങളൊക്കെ, പക്ഷെ ആ ബന്ധങ്ങളിലൊക്കെ പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ചില ഈ നാവുകൊണ്ടുണ്ടാകുന്ന കുറെ അപകടങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ്, പുരുഷന്മാരിലും കുറവൊന്നുമല്ല.
ഒരു പക്ഷ വായന പിന്നെ ആ രൂപത്തിലുള്ള വിമർശനമൊന്നല്ല അങ്ങനെയായിട്ട് കണക്കാക്കുകയും ചെയ്യരുത്. പ്രിയപ്പെട്ടവർ, എല്ലാവരുടെ അടുത്തും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ പടച്ചവനിലേക്ക് ചേർത്തിയിട്ടാണ് വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 പെണ്ണുങ്ങളെ പറ്റിയിട്ടുള്ള ഫത്വ ചോദിച്ചു സഹാബത്ത്. എന്താണ് അറിയോ? ഒന്ന്, ഇന്ന ഫുലാന, ഒരു പെണ്ണ്, ഫുലാന എന്ന് പറഞ്ഞാൽ ഇന്ന ആട് മക്കളാണ്. ഇന്ന ഫുലാന, ഒരു പെണ്ണ്, അവളുടെ നമസ്കാരത്തിൽ അവള് വല്ലാതെ ശ്രദ്ധ പാലിക്കുന്നുണ്ട്. അവിടെ നോമ്പിന്റെ കാര്യത്തിൽ നിർബന്ധമായ നോമ്പും അല്ലാത്ത ഐച്ഛികമായ നോമ്പൊക്കെ വളരെ ഉഷാറാണ്. അവളുടെ സ്വതക്കയുടെ കാര്യം, സക്കാത്തിന്റെ കാര്യമൊക്കെ പെർഫെക്റ്റ് ആണ്. അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസികൾക്ക് ഉപദ്രവമേൽക്കുന്നുണ്ട്. ഇത് മാത്രമുള്ള പ്രശ്നമുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്വ കൊടുത്തു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. നിസ്കാരം ഇല്ലാത്തതുകൊണ്ടല്ല, അതിൽ ഐച്ഛികത ഇല്ലാത്തതുകൊണ്ടല്ല, ഒന്നുമല്ല. മറിച്ച് ആ നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും നോമ്പ് കൊണ്ടൊക്കെ കിട്ടേണ്ടതായ പ്രൊഡക്ടിവിറ്റി അവളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടപ്പോഴാണ് ഏഷ്യൻ പരദൂഷണമൊക്കെ വന്നത്. ഇൻഷാ അല്ലാഹ് ആരാധനകൾ, ആത്മസംസ്കരണത്തിന് എന്ന ഭാഗങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചർച്ചയായിട്ട് വരേണ്ടതുണ്ട്. ഞാൻ ആ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ, എന്റെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഒരു ആരാധനയും പക്ഷവും വെറുതെ നിശ്ചയിച്ചിട്ടില്ല. മനുഷ്യനാകാൻ വേണ്ടിയിട്ട് ആരാധന, അങ്ങനെ പറയുള്ളൂ. മനുഷ്യനാകാൻ വേണ്ടി, നല്ല വ്യക്തിത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആരാധന. പക്ഷെ നമുക്കത് ചർച്ച ചെയ്യാം. രണ്ടാമത് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫൈന ഫുലാന, മറ്റൊരു ഇന്ന സ്ത്രീ ഉണ്ടല്ലോ, യുദ്കറു മിൻ ഖില്ലത്തി സിയാമി, അവളുടെ നമസ്കാരത്തിൽ നിർബന്ധ നമസ്കാരങ്ങളൊക്കെ അവൾ നിർവഹിക്കും. എന്നാൽ ഐച്ഛിക നമസ്കാരങ്ങൾ അവൾക്ക് വല്ല സമയത്തും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നിസ്കരിക്കാൻ പിന്നെ അത്രമേൽ അവൾക്ക് പിന്നെ താല്പര്യമൊന്നും കാണിക്കാറില്ല. വസ്വതത്തി, അവിടെ സകാത്ത് അവൾ കൊടുക്കുമെങ്കിലും പിന്നെ ദാനധർമ്മങ്ങളുടെ വിഷയത്തിലൊന്നും അത്ര ജാഗ്രതയൊന്നുമില്ല. അതേപോലെ തന്നെ പക്ഷെ അവൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവളുടെ അയൽവാസികളിൽപ്പെട്ട ആരും തന്നെ അവളുടെ നാവ് കൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ കൊടുത്തതാരോ, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത്രമേൽ കുറേ ഒന്നും ഉണ്ടായിട്ടില്ല, നിർബന്ധങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നിർബന്ധങ്ങൾ മാത്രമേ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ വന്നിട്ടുള്ളൂ. നോമ്പിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. മറ്റേ അത്ര ജാഗ്രത ഒന്നും പഠിച്ചിട്ട്. പക്ഷെ അവളുടെ നാവ് കൊണ്ട് നെഗറ്റീവിസം മറ്റുള്ളവരിലേക്ക് കിട്ടിയിട്ടില്ല. ഏഷണിയോ പരദൂഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, പ്രത്യേകിച്ചും നമ്മൾ മരിക്കുന്ന സമയത്തും നമ്മൾക്ക് രോഗം വരുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്തുള്ള അയൽവാസികളാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയത്. അത് ഈ ഭൗതികതയെ കുറിച്ച് ആലോചിച്ച് മാത്രമല്ല, പക്ഷേ എന്റെ സ്വത്തിൽ പോലും അവർക്ക് അവകാശമുണ്ടോ എന്ന് ചിന്തിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ റസൂലിനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത് എങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ തർക്കത്തിന്റെ പേര് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ കഴിയും? പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട രൂപത്തിൽ പരിഹരിക്കണം. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ വർഷങ്ങളോളം തെറ്റി നിൽക്കുക, പണക്കം കാണിക്കുക, അവന്റെ കുറ്റം അപ്പുറത്ത് പോയി പറയാൻ ഇതൊന്നും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ, തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا الى الاسلام صلى الله على نبينا محمد واله وصحبه اجمعين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു നിർണായകമായ റിസൾട്ട് ഒക്കെ മുന്നിൽ വന്ന് നിൽക്കുന്ന സന്തോഷവും സന്താപവും ഒക്കെ പലരുടെയും കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ
കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പൊതുവെ ഉള്ള ഒരു ട്രെൻഡ് എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്റ്റാറ്റസുകളിൽ അതെത്താൻ അതിനൊരു പ്രത്യേകമായ ആളുകളുടെ ലൈക്കും കമന്റൊക്കെ കിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന വലിയ കടുത്ത അനീതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ്. ഈ 10A+ കിട്ടിയാൽ മാത്രമാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ പരീക്ഷ എഴുതി എന്ന് പോലും വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് എത്ര മാർക്ക് ലഭിച്ചവനാണെങ്കിലും ഇനി ഒരുപാട് ഫെയിൽ ആയിട്ടുള്ള ആളാണെങ്കിലും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. റിസൾട്ടുമായി ബന്ധപ്പെടുത്തി നമുക്ക് വളരെ ശ്രദ്ധേയമായി ആലോചിക്കാൻ കഴിയേണ്ടതെന്ന് അറിയോ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ രക്ഷിതാക്കളും കെയർ ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ. രാവിലെ മുതൽ തുടങ്ങി രാത്രി കിടക്കുന്നത് വരെയുള്ള സമയം ട്യൂഷനാണ്. കുട്ടികൾ എല്ലാ നിലക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 10 കൊല്ലം മുമ്പും 15 കൊല്ലം മുമ്പൊക്കെ പരീക്ഷ എഴുതിയ ആൾക്കാര് ഈ കുട്ടികളൊന്നും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ആരും എഴുതിയ സമയത്ത് ഇങ്ങനെ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഇവര് കുറെ പഠിച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ തന്നെയാണ് ഈ മാർക്കുകളൊക്കെ നേടിയെടുക്കുന്നത്. എന്നാൽ അതെല്ലാവരും അതിന്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കുറെ ആളുകൾക്ക് അങ്ങനെ കിട്ടുന്നു എന്ന് മാത്രം. അപ്പൊ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലൊന്നും അവരെ എഗൈറ്റി പറയുന്ന, അവരൊരു മോശക്കാരാക്കിയിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടായത്. 9A+ കിട്ടിയാലും വാപ്പ കൊല്ലിക്ക് പിടിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത്. എവിടെയായിരുന്നു ഒരു A+ പോയത്? പ്രിയപ്പെട്ടവരെ, എത്ര ക്രൂരതയാണ് ചെയ്യുന്നത്. ഇത് ഭൗതികമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ജാഗ്രത. ഇനി ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക, ഇവിടെ 9A+ കിട്ടിയ ആൾക്ക് ഒരു A+ കൂടി അഡീഷണൽ കിട്ടാൻ റീവാലുവേഷന് 400-300 കൊടുത്താൽ അത് തീരുമാനമായി. ഇനി തോറ്റുപോയ ആൾക്ക് നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ എന്നുള്ളിടത്ത് 1 എന്നുള്ളതിന് പകരം 2 എന്ന് വരുന്നേ ഉള്ളൂ. മാർച്ച് എന്നതിന് പകരം മെയ് വരുന്നുള്ളൂ പരീക്ഷ എഴുതിയത്. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാനുണ്ട്. ആ പരീക്ഷയുടെ പ്രത്യേകത എന്താ പറയുക, ഈ നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ എന്നോർത്ത് 1 എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് 2 ആവൂല. എല്ലാം നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയും ദുനിയാവിൽ നമ്മൾ എഴുതുന്ന എല്ലാ പരീക്ഷകളും ഭൗതികമായ പരീക്ഷകളും തമ്മിൽ എല്ലാ നിലക്കും സിമിലാരിറ്റീസ് ഉണ്ട്. There are so many similarities. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ഒറ്റ ഡിഫറൻറ്റേ ഉള്ളൂ. ഒരൊറ്റ ഡിഫറൻറ്റ് മാത്രം. എന്താണ് ആ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്? ദുനിയാവിലെ പരീക്ഷകൾക്കൊക്കെ, എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കൊക്കെ സെക്കൻഡ് ചാൻസ് ഉണ്ട്, തേർഡ് ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മുടെ പടച്ചോന്റെ മുമ്പിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ഒന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ആലോചിക്കും. ഇത് അങ്ങനെ നീട്ടിപ്പരത്തി പറയണമെന്നില്ല, ആലോചിക്കാൻ വേണ്ടി ഒരൊറ്റ പോയിന്റ് ഇട്ടതാണ്. എല്ലാം കൊണ്ടും പക്ഷെ ജീവിതമാകുന്ന പരീക്ഷയിലെ വിഷയം വാപ്പാന്റെ നിലപാടാണ്. ജീവിതമാകുന്ന പരീക്ഷയിലെ വിഷയം മക്കളുടെ നിലപാടാണ്. ജീവിതമാകുന്ന ഒരു പരീക്ഷയിലെ ഒരു വിഷയമാണ് നമ്മൾ ഒന്നാമത്തെ ഹുത്ബയിൽ ചർച്ച ചെയ്ത അയൽപക്ക ബന്ധം. ജീവിതമാകുന്ന പരീക്ഷയിലെ വിഷയമാണ് നമ്മുടെ ഭക്ഷണ മര്യാദകൾ, നമ്മുടെ പള്ളിയോടുള്ള സമീപനങ്ങൾ, നമ്മുടെ ആരാധനകൾ. എല്ലാ വിഷയങ്ങളും അതിൽ വരുന്നുണ്ട്. അതിന് രണ്ടാമത്തെ ചാൻസ് ഇല്ല. ചോദിക്കും ചാൻസ്. പടച്ചവനെ മടക്കുമെന്ന് പറയും. എന്തിനാ? ഒഴിവാക്കിയത് കുറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പടച്ചോന്റെ ഒരു മറുപടി നിസ്സംശയം വേണ്ട, പരീക്ഷയില്ല. ഒരു ചാൻസ് വന്നിരുന്നു, ഇനി ചാൻസിന് വേണ്ടി അഭയം ചോദിക്കേണ്ടതില്ല. അപ്പോഴേക്ക് ബാസിന്റെ നാൾ വരേക്കും ഇടപെട്ടതായ ഒരു മറ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാകും. പിന്നെ ബാസിന്റെ നാളെത്തുമ്പോ എന്താ അവസ്ഥ? അവിടെയും നിലപാടില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറും. ഇനി അവിടുന്ന് കഴിഞ്ഞ് നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവിടെയും പടച്ചോനെ ഒന്ന് തിരിച്ചു വിട്ടെങ്കിൽ, ഈ നരകത്തേക്കൊന്ന് ആക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ പ്രിയപ്പെട്ടു. നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കണം, വിശ്വാസത്തെ ദൃഢപ്പെടുത്തണം.
അപ്പൊ മക്കളുടെ റിസൾട്ടിലേക്ക് ചേർത്തിയിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ റിസൾട്ട് എന്താകും? യഥാർത്ഥ റിസൾട്ട് എന്താ? MBBS സെലക്ഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ്. സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടത്. ആലോചിച്ചു നോക്കുക, എന്താണ് ഇതുവരെ പഠിച്ചത്? യഥാർത്ഥ ജീവിതത്തെ കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു പരീക്ഷണമായി പരീക്ഷയായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അത് കിട്ടും. ബാക്കിയുള്ളതോ കോടികൾ ഡൊണേഷൻ കൊടുത്തിട്ടാണ് പിന്നെ MBBS-നും പിന്നെ PG-ക്കും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പൈസ കൊടുക്കുക. എന്നാൽ നമുക്ക് ഉറപ്പില്ല ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ. ആ തിരിച്ചു പിടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടും അല്ല ഈ എത്തിക്സ് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും പാടില്ല. ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആലോചിക്കാം, ചിന്തിക്കാനുള്ളവർക്ക് ഈ ഒരു പോയിന്റ് തന്നെ ധാരാളം മതിയാണ്. ഇനി ഒരു ചാൻസ് ഇല്ല, only one single chance. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മയുണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ വേനലവധിയിലാണ് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അവധിക്കാലം വളരെ പ്രൊഡക്റ്റീവായി നമ്മുടെ മക്കൾക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കുക. പല നിലക്കും നമ്മൾ ഇങ്ങനെ ബാക്ക്വേർഡ് ആയിട്ട് പോകുന്നത് ദീനിന്റെ കാര്യത്തിലാണ്. ആ ദീന് കൃത്യമായിട്ട് കിട്ടുന്ന ഇടങ്ങളിലേക്ക് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഡെയിലി ക്യാമ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുക, അവര് ആ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ വേനലവധിയെ നന്മയുടെ നേർവഴിയിലേക്ക് പരമാവധി നമ്മൾ തിരിച്ചുവിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചൂട് അധികരിച്ചു വരികയാണ്. ഇടക്ക് നമുക്ക് 1-2 മഴയൊക്കെ കിട്ടിയെങ്കിൽ പോലും ചൂട് അധികരിച്ചു വരികയാണ്. ചൂടൊക്കെ ഇങ്ങനെ അധികരിക്കുമ്പോൾ വിശ്വാസികളെ ട്രോളാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പത്തനംതിട്ടയിൽ സലഫി മസ്ജിദിന്റെ പരിസരത്ത് ഒരു മഴക്ക് വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിസ്കാ നടക്കുമ്പോൾ അതിനെ ട്രോളാൻ ഒരുപാട് ബൗദ്ധിക ജീവികൾ എന്ന് പറയപ്പെടുന്ന കുറെ ആൾക്കാര് അതിനിങ്ങനെ ട്രോളി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണ്? പടച്ച റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രതീക്ഷയോട് കൂടി നമ്മൾ തേടുക. നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇത് പടച്ചവൻ തരാതിരുന്നാൽ ഒരാൾക്കും അത് തരാൻ കഴിയൂല. ഒരാൾക്കും അത് തരാൻ കഴിയില്ല. നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരുണ്ടത് കൊണ്ടുവന്ന് തരാനെന്ന സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ വാചകം നമുക്ക് കരുതാണ്. പടച്ചോൻ മാത്രമേ തരാനുള്ളൂ. എത്ര ട്രോളുകൾ വന്നാലും ശരി, പടച്ചോൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ആ പടച്ചവനിൽ നിന്നാണ് ഞാൻ നിയമങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. എങ്കിൽ ആ പടച്ചവനെ അനുസരിക്കുന്നിടത്ത് സന്തോഷത്തോടു കൂടി അനുസരിക്കുക. പടച്ചോൻ എന്നോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ആ പ്രാർത്ഥനയിൽ ഏത് ട്രോളന്മാരുടെ ട്രോളുകളും എനിക്ക് പ്രശ്നമേ അല്ല, ഞാനത് നിറവേറ്റു. അവിടെ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ اللهم اسقنا غيثا مغيثا مريئا مريعا عاجلا غير عاجل نافعا غير ضار എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളെ തെറ്റുകളാണ് ഏറ്റു പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭക്തരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും മനുഷ്യപരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു വരുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാൻ പെരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സജീവമായി എല്ലാവരും അതിൽ ഇടപെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എല്ലാ നല്ല സ്വതക്കകളും അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ നാളെയുടെ ലോകത്ത് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന രൂപത്തിൽ അള്ളാഹു ക്രമീകരിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമുമായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുമാറാക്കി തരണം. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ അയൽവാസികൾക്ക് റഹ്മാൻ റഹീമായ റബ്ബേ, അവരുടെയൊക്കെ എല്ലാ നിലക്കുള്ള ആഗ്രഹങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. നാഥ അല്ലാഹുവേ, നല്ല രൂപത്തിൽ സമൂഹത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ
മാറ്റി തീർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല രൂപത്തിൽ അയൽപക്ക ബന്ധങ്ങളെ പരിപാലിച്ച് പോകുന്ന നല്ല ഭക്തരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. മുഹ്സിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ നീ വിടപറഞ്ഞു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വരയുന്നവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب ثبت قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين.